പൊതിച്ചോറ് ഉണ്ണാൻ ഇഷ്ടമല്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. കാരണം നല്ല ചൂട് ചോറും കറികളൊക്കെ ഒരുമിച്ച് ഒരിലയിൽ വാട്ടി പൊതിഞ്ഞ് അത് കെട്ടിവെച്ച് ഉച്ചയ്ക്ക് ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ആ ഇലപ്പൊതി തുറന്നു കഴിയുമ്പോൾ ഒരു മണവും അതിൽ നിന്നൊരു ഉരുള ചോറും കറികളും കൂട്ടി വായിലേക്ക് വയ്ക്കുമ്പോഴുള്ള ആ രുചിയും അറിഞ്ഞ മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഈ പൊതിച്ചോറ്. തലേ ദിവസം ഓഫീസിൽ നിന്ന് ചോറ് പാത്രം തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തതിലുള്ള നീരസം അമ്മയുടെ മുഖത്തുണ്ടായെങ്കിലും നമുക്കെന്നാൽ പൊതിച്ചോറുണ്ടാക്കണ ഒരു വീഡിയോ എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അങ്ങനെ പൊതിച്ചോറുണ്ടാക്കാനുള്ള പരിപാടികൾ റെഡിയാക്കി. അച്ഛൻ പോയി ഇല വെട്ടിക്കൊണ്ടുവന്ന് ഇല വാട്ടി നല്ല തൂശൻ ഇലയിൽ നല്ല കുത്തരി ചോറ് വിളമ്പി അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ക്യാബേജ് തോരനും പിന്നെ തക്കാളിയും സവാളയും വഴറ്റിയതും രാവിലത്തെ പുട്ടിനുണ്ടാക്കിയ കടലക്കറിയും പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ നമുക്കൊരു ഓംലേറ്റും കൂടി ഉണ്ടാക്കിയാലോ എന്ന് അമ്മയാണ് പറഞ്ഞത്. അങ്ങനെ നല്ല സവാളയൊക്കെ അരിഞ്ഞ് ഓംലേറ്റും കൂടി ഉണ്ടാക്കി അത് വേറൊരു ചെറിയ ഇല വാട്ടി അതിലേക്ക് വച്ച് പൊതിഞ്ഞ് ഭംഗിയാക്കി. ആ ഒരു പൊതിച്ചോറ് കെട്ടിയപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം ഓഫീസിൽ ചെന്നിട്ട് ഈ പൊതിച്ചോറ് തുറന്ന് കഴിക്കണ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പം തന്നെ കൊതിയായിട്ട് വയ്യ. കാരണം അത്ര ഭംഗിയായിട്ടാണ് അമ്മ പൊതിച്ചോറ് കെട്ടി തന്നത്. ചാറുകറിയൊന്നും ഒഴിച്ചില്ല, കാരണം ഇലയിൽ നിന്ന് ഒഴുകി പോയാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ തന്നെ ഇല വാട്ടി എടുത്തു വെച്ച് പിന്നെ കറികളായിട്ടുള്ള ക്യാബേജ് തോരനും പിന്നെ തക്കാളിയും സവാളയും വഴറ്റിയതും ഒക്കെ ഉണ്ടാക്കി ഈ തൂശൻ ഇലയിലേക്ക് ചോറും കറികളൊക്കെ അമ്മ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് വച്ച് തന്നത്. അമ്മയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യം പറയുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ കുറച്ചും കൂടി നന്നാക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് എനിക്ക് അഡീഷണലായിട്ടുള്ള ആ ഒരു അടിപൊളി ഓംലേറ്റും കിട്ടിയത്. ആ ഒരു ഓംലേറ്റ് ബോണസ് ആയിരുന്നെങ്കിലും ആ ഓംലേറ്റും വീണ്ടും ഒരു ഇലയിൽ പൊതിഞ്ഞ് അതിൻ്റെ കൂടെ വെച്ച് പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് ചോറുണ്ടാൽ മതി എന്നായി. 1 മണിയായപ്പോഴത്തേക്കും സകല ആൾക്കാരെയും വിളിച്ചു കൂട്ടി ചോറുണ്ണാൻ പോയാലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ചോറുണ്ണുമ്പോൾ ഞങ്ങൾ 5-6 പേരുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് ആ ചോറുണ്ണാനായിട്ട് നല്ല രസമാണ്. കാരണം എൻ്റെ കറികൾ അവരെടുത്ത് അവരുടെ കറികൾ നമ്മളും എടുത്ത് ഈ ഇലയിലായതുകൊണ്ട് തന്നെ ഇല മൊത്തം നിറഞ്ഞു ഓരോരുത്തരുടെ കറികളായിട്ട്. അഡീഷണലായിട്ട് ഉരുളക്കിഴങ്ങും മുട്ട പുഴുങ്ങിയതും വെച്ചിട്ടുള്ള തോരനും പിന്നെ ഒരു അച്ചിങ്ങയും കായും തോരനും പിന്നെ സാലഡും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആയപ്പോൾ ശരിക്കും ഒരു സദ്യ ഉണ്ട പ്രതീതിയായി എനിക്ക്. കടലക്കറിയുടെ ഗ്രേവിയൊക്കെ ആ ചോറിലേക്ക് ഇറങ്ങിയിരുന്നു. അങ്ങനെ കടലക്കറിയുടെ ഗ്രേവിയും കുറച്ച് തക്കാളിയും സവാളയും വഴറ്റിയതും ആ ക്യാബേജ് തോരനും ആ മുട്ട ഓംലേറ്റും കൂടി ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. ആഹാ, എന്താ രുചി! നിങ്ങളാ എൻ്റെ ഇല കണ്ടില്ലേ? അത്രയും നിറച്ച് കറികളുണ്ടായിരുന്നു. പിന്നെ മോര് കറി വേറെയും ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മോര് കറി ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഗ്രേവിയുള്ള കറി ഇല്ലാത്തതിൻ്റെ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടി. അങ്ങനെ ആ മോര് കറി ഒഴിച്ച് ചോറിൽ നല്ലോണം കുഴച്ച് എല്ലാവരും കൊണ്ടുവന്ന കറിയും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയും കൂടിയായിട്ട് കുഴച്ച് കഴിക്കുമ്പോൾ എന്താ രസം! ഓഫീസിലെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം എല്ലാവരും ശ്രദ്ധിക്കും. ഇരുട്ടായതുകൊണ്ട് തന്നെ ഫ്ലാഷൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ എടുത്തത്. അങ്ങനെ ചോറ് ഏകദേശം ഉണ്ട് കഴിയാറായിരുന്നു. കറികളാണെങ്കിൽ അധികം ബാക്കി. അങ്ങനെ ഞാൻ എല്ലാ കറികളും കൂട്ടി അങ്ങോട്ട് കുഴച്ചു. വേറൊരു കൂട്ടുകാരൻ കൊണ്ടുവന്ന കടച്ചക്ക തോരനും ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഇല കാണാൻ എന്ത് ഭംഗിയാണ്! ഒരു തരിയില്ലാതെ ഞാൻ വടിച്ച് കഴിച്ചു. അപ്പം നിങ്ങളും ഈ പൊതിച്ചോറ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.